ശാസ്ത്രീയ വേദപഠനം ക്ലാസ് 16 ബ്രഹ്മം തൊട്ടുകൂട്ടലിലെ ഇന്ന് നമ്മൾ നോക്കുന്നത് ദേവന്മാരും അസുരന്മാരെ പറ്റിയാണ്. നമ്മൾ സൃഷ്ടിയിലേക്ക് കടന്നിട്ടില്ല, സയൻസിലോട്ട് സൃഷ്ടിയിലേക്ക് കടന്നിട്ടില്ല. കാരണം ഒരു വീട് വെക്കുമ്പോൾ സൃഷ്ടി തുടങ്ങുന്നത് ആ കുറ്റിയെല്ലാം അടിച്ചതിൻ്റെ ശേഷമാണ്. അതിന് മുമ്പിലുള്ള ചില വർക്കുകളുണ്ട്. ഒന്ന്, സയൻസ് അറിയുന്ന ആൾ വേണം, വീട് നിർമ്മിക്കാനെല്ലാം അറിയുന്ന ഒരു ശാസ്ത്രം വേണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ പ്ലാൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ നിർഗുണമായ ബ്രഹ്മത്തിന് പ്രപഞ്ചമുണ്ടാക്കണമെന്നൊരു തോന്നലുണ്ടായപ്പോൾ, അതാണ് ഒബ്ജക്റ്റീവ്, പ്രപഞ്ചമുണ്ടാക്കണം പടിപടിയായിട്ട്. അപ്പോൾ അതിൽ നിന്ന് സയൻസ് ഡെവലപ്പാവുന്നു. ആദ്യം സയൻസ് ഉണ്ട്, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയറാണ്. ഒരു വീടിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്ലാനാണ്. അതുപോലെ തന്നെ ഒരു ഭരണത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ ബഡ്ജറ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം നടക്കുക. അതുപോലെ തന്നെ സൃഷ്ടിക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാൻ, എങ്ങനെ ഇതെല്ലാം സൃഷ്ടിക്രമം വിവരിക്കുന്ന ഒരു തത്വം, അതാണ് പരമാത്മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിൽ പറയുന്ന വലിയ കാര്യം പോകും. ഒരു വീടിൻ്റെ പ്ലാൻ അനുസരിച്ച് ആ കെട്ടിടം പുരോഗതി നടക്കുകയുള്ളൂ. ബഡ്ജറ്റ് അനുസരിച്ച് ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ എന്താണോ ആ സോഫ്റ്റ്വെയറിന് യോജിച്ച തരത്തിലേ കമ്പ്യൂട്ടർ പിന്നെ വർക്ക് ചെയ്യുള്ളൂ. അതിൽ പറ്റാതെ ഒന്നും അതിന് കയറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ പരമാത്മാവ് അനുസരിച്ചാണ് കാര്യങ്ങൾ പോവുക. ഇനി പിന്നെ ആ സൃഷ്ടിച്ച ശക്തിക്കും അതിൽ പങ്കൊന്നുമില്ല. സൃഷ്ടി തുടങ്ങിയത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മമാണ് ഈശ്വരൻ. അല്ലേ, വേണമെങ്കിൽ ബ്രഹ്മം നിർഗുണമാണ്, അതിനൊരു ഗുണവുമില്ല. ബ്രഹ്മത്തിനൊരു താല്പര്യം, പ്രപഞ്ചം ഉണ്ടായണം എന്നൊരു താല്പര്യം വരുമ്പോഴുള്ള അവസ്ഥയായിട്ടും ഈശ്വരനായിട്ട് എടുക്കാം. അതിനെ പരമേശ്വരൻ എന്നെല്ലാം പറയാം, വലിയ ആദിപരാശക്തി എന്നെല്ലാം പറയാം. പക്ഷെ അതും ഈ ബ്രഹ്മത്തിൻ്റെ അതേ സ്വഭാവമാണ്, ഒന്നിനും തലയിടില്ല. പരമാത്മാവെന്നൊരു പ്ലാൻ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ എല്ലാം പരമാത്മാവിലൂടെയാണ് കാര്യങ്ങൾ നടക്കുക, പ്ലാൻ അനുസരിച്ചാണ് നടക്കുക. പിന്നെ ഇതൊന്നും അതിൽ തലയിടില്ല. ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായതിൻ്റെ ശേഷമാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിയിലേക്ക് നമ്മൾ കടത്തിട്ടില്ല. ഇനി കടക്കേണ്ടത് ആ സൃഷ്ടി എങ്ങനെയാണ്. അപ്പോൾ അതൊരു പ്രേരക ശക്തിയാണ്. ഒരു പ്രേരക ശക്തിയാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാക്കണമെന്നൊരു പ്രേരക ശക്തി, അത് ആധുനിക സയൻസിൻ്റെ പരിധിയിൽ തന്നെ വരേണ്ട ഒരു ശക്തിയാണ് പ്രേരക ശക്തി. ഊർജം, എനർജി എന്നെല്ലാം പറയാം. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. അത് പാരാസയൻസിൽ വരുന്നതാണ്. അതിന് അളവൊന്നുമില്ല. അത് ചെറുതുമാകാം വലുതുമാകാം. പ്രേരക ശക്തിയാണ് പിന്നെ പ്രപഞ്ചമായി മാറുന്നത്. അപ്പോൾ അപ്പം മുതലേ സൃഷ്ടി തുടങ്ങുകയുള്ളൂ. അപ്പോൾ സയൻസിലൂടെ തന്നെ നമുക്കത് കാണാം. അതിന് മുമ്പിലുള്ളത് പരമാത്മാവിൻ്റെ മുമ്പിലൊന്നും അതിലൊന്നിലും തലയിടില്ല. അത് നിർഗുണമാണ്. വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൃഷ്ടിച്ചെങ്കിൽ അതിൽ നിന്നൊന്നും പങ്കിടാതെ മാറി നിൽക്കുകയാണ്. ഈശ്വരൻ എന്ന സംഗതി ഇതിലൊന്നും തലയിടില്ല. അത് ഈ പരമാത്മാവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമനുസരിച്ച് കാര്യങ്ങൾ പോയി. ഏതുപോലെ എന്നാൽ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയതെങ്കിലും ഭരണഘടന ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അംബേദ്കറും അതിൻ്റെ പരിധിയിലാണ് വരുന്നത്. അല്ലാതെ അംബേദ്കർക്ക് സ്വാധീനിക്കാൻ പറ്റില്ല പിന്നെ ഭരണഘടനയിൽ കയറി. അതുപോലെ ബ്രഹ്മം ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു പരമാത്മാവ് എന്നൊരു പ്ലാൻ അനുസരിച്ച് സൗരയൂഥ സിസ്റ്റവുമായിട്ടെല്ലാം സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് കർമ്മങ്ങൾ നടപ്പാക്കുമ്പോൾ പിന്നെ അതിൽ ആ ഈശ്വരൻ എന്നൊരു പ്രതിഭാസം ഒന്നിലും തലയിടില്ല.
പിന്നെ സൃഷ്ടി തുടങ്ങുമ്പോൾ ദ്വയമായിട്ട് സൃഷ്ടിക്കുമ്പോൾ ആണ് സൃഷ്ടി തുടങ്ങുമ്പോൾ എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം പാപമുണ്ടൊക്കെ പുണ്യമുണ്ട്, ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ട്, ദേവതയുണ്ടെങ്കിൽ അസുരന്മാരുണ്ട്. അങ്ങനെയാണ് ഈ ദേവന്മാരും അസുരന്മാരും വരുന്നത്. അതിൻ്റെ ഇടക്കുള്ളവരാണ്. അപ്പോൾ ഒരു മൂന്നാമത്തെ അവസ്ഥയാണ് നടുവിലുള്ളതാണ് സത്വഗുണം, മനുഷ്യർ. രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ നടുവിലൊരു ന്യൂട്രലായ സ്ഥായിയായ അവസ്ഥ വരും. പ്രോട്ടോണ് പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പം നടുവിൽ രണ്ടെണ്ണമായിട്ടാണ് മാറിയത്. അപ്പം നടുവിൽ ഒരു ന്യൂട്രോൺ, അത് ന്യൂട്രലാണ്. അതാണ് സ്ഥായിയായ അവസ്ഥ. മറ്റേന് അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല, അത് ഒരു കോമ്പിനേഷനായിട്ട് നിലനിൽക്കും. അപ്പോൾ ദേവതകളും അസുരരും എന്ന് പറയുമ്പോൾ 33 കോടി ദേവതകളുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ദേവതകളാണ്. അപ്പം ദേവതകൾ, വേദത്തിലെ ദേവതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ദേവതകൾ എന്നാണ് പറയുന്നത്. കല്ല് ദേവതയാണ്, മണ്ണ് ദേവതയാണ്, സൂര്യൻ ദേവതയാണ്, ചന്ദ്രൻ ദേവതയാണ്, കല്യാണം ദേവതയാണ്, അമ്മിക്കല്ല് ദേവതയാണ്. എന്തിനെ പറ്റിയാണോ പറയുന്നത് അതെല്ലാം ദേവതകളാണ്. പക്ഷേ വേദത്തിൽ അസുരരെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? മനുഷ്യന് ലോക പുരോഗതിക്ക് ഗുണകരമായി തീരുന്ന കർമ്മങ്ങൾക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന എല്ലാം ദേവതകളാണ്. കാരണം മനുഷ്യന് എന്തോ കർമ്മം ചെയ്യാല്ലേ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ നിലനിൽപ്പിന് അനുകൂലമായി നിൽക്കുന്നതെല്ലാം ദേവതകളാണ്. പക്ഷേ ദേവതകളുണ്ടെങ്കിൽ അസുരരുണ്ടാകേണ്ട. ഇതിനെല്ലാം എതിരായി നിൽക്കുന്ന ശക്തിയാണ് അസുരർ. അതുകൊണ്ടാണ് വേദങ്ങളിൽ ദേവതകളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അസുരരെ പറ്റി പറഞ്ഞിട്ടില്ല. മനുഷ്യർക്ക് എതിരായി നിൽക്കുന്ന, നമ്മുടെ കർമ്മത്തിനെതിരായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് അത് വേണ്ട എന്നർത്ഥമില്ല, അതുകൊണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അത് പിന്നീട് പറയാം. അപ്പം മനുഷ്യരൊരു കർമ്മം ചെയ്തിട്ടാണ് ലോക പുരോഗതി നേടുന്നത്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ്. ഉദാഹരണമായിട്ട് നമുക്ക് സഹായകരമായ വസ്തുക്കളാണ് വായു. വായു ദേവതയാണ്. എന്തുകൊണ്ട്? വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അഗ്നി ദേവതയാണ്. അഗ്നി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഭൂമി ദേവതയാണ്. ഭൂമി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളം ദേവതയാണ്. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സഹായകരമായിട്ട് നിൽക്കുന്ന എല്ലാം ദേവതകളാണെന്നാണ്. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. കാരണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ അവയെ ഉപയോഗിക്കുന്നുണ്ട്. കല്ല് വീട് കെട്ടാൻ വേണം, പലതിനും ആവശ്യമുണ്ട്. എല്ലാം വേസ്റ്റ് പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വേസ്റ്റ് ആക്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഉരുക്കിയിട്ട് വേറെ സാധനങ്ങൾ ഉണ്ടാക്കും. അല്ലാതെ ജൈവ വേസ്റ്റുകളാണെങ്കിൽ വളമായിട്ട് ഉപയോഗിക്കാം, ഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഈ എല്ലാം ദേവതകളാണ്. എന്നാൽ മോശമില്ലേന്ന് ചോദിച്ചാൽ ഇപ്പം വൈറസ് എല്ലാം നമുക്ക് ദോഷം ചെയ്യുന്ന വൈറസുകളുണ്ട്. കൊറോണ വൈറസ് എല്ലാം അത് അസുരരായിട്ട് കൊടുക്കാം. അപ്പം ദേവന്മാർ, അസുരന്മാരെന്ന് പറഞ്ഞാൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നുണ്ട്. ഒരു കല്ല് പൊന്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എതിർക്കുന്നുണ്ട്. അതാണ് അസുരർ. അപ്പോൾ ആ അസുരർക്കെതിരായിട്ടാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ആ ദേവതകളെ എടുത്തുകൊണ്ടാണ് വേദം ഓരോന്ന് ദേവത എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ദേവത എന്ന് പറഞ്ഞുകൊണ്ട് പറയും. ജലം ദേവത എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉപയോഗങ്ങളും എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് പറയും. അങ്ങനെയാണ് വേദത്തിൽ എഴുതിയിരിക്കുന്നത്. ഏതുപോലെ എന്നാൽ നമ്മൾ കെമിസ്ട്രിയിലെല്ലാം പഠിക്കുന്ന മാതിരി തന്നെ ഹൈഡ്രജൻ ഹെഡിങ് മുകളിൽ കൊടുക്കും. ഹൈഡ്രജൻ ഇവിടെ ഹെഡിങ് കൊടുക്കുന്നതിന് പകരം ദേവത എന്ന് പറഞ്ഞുകൊണ്ട് ഹൈഡ്രജൻ എന്ന് പറയും. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെ എല്ലാം പേര് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഗുണഗണങ്ങളും എന്തിനു ഉപയോഗിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് പഠിക്കുന്ന പോലെ തന്നെയാണ് വേദത്തിലും ദേവത എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ, ക്ലോറിൻ അങ്ങനെ വേണ്ടിയിട്ട് പറയാം. പക്ഷെ അവർ വേറൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ, ക്ലോറിൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ വേറൊരു ശൈലിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യത്യാസമേ ഉള്ളൂ. എല്ലാം നമുക്കറിയുന്ന തന്നെ. പക്ഷെ അവർ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. കര, ദ്രവ, വാതക, ഭൂമിയിലുള്ള വായു, ആകാശം ഇങ്ങനെയെല്ലാം ജനറലായിട്ട് പറഞ്ഞുകൊണ്ട് ആണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് വിസ്തരിച്ച് എല്ലാം പറയുകയും ചെയ്യും. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല.
അപ്പം യഥാർത്ഥത്തിലെ മെറ്റീരിയൽസിലോ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്. അതുകൊണ്ട് തന്നെ അവയെ ആരാധിക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം നമ്മളെ നിലനിർത്തുന്നത് ഈ വസ്തുക്കളാണ്. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത്. മെഡിസിനാണ് നമ്മളെ മരുന്നുകൾ, ദേവത, ഔഷധി ദേവതയാണ്, ഭക്ഷണം ദേവത. അവിടേക്ക് ചക്കയും മാങ്ങയും എല്ലാം നമുക്ക് ദേവതകൾ തന്നെയാണ്. വേദത്തിൽ ചക്കനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ദേവത ചക്ക എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇവിടെ ദേവതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം ഉപയോഗം, നമ്മളെ ശരീരം നിലനിർത്താൻ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ സഹായിക്കുന്ന അഗ്നി നമ്മളെ സഹായിക്കും, ഇലക്ട്രിസിറ്റി നമ്മളെ സഹായിക്കും. ഇതെല്ലാം ദേവതകളാണ്. അപ്പം ദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും അത് ദേവതയാണെന്നുമില്ല. ചില അപ്പോൾ അസുര സ്വഭാവവും കാണിക്കും. ദേവത തന്നെ അസുര സ്വഭാവവും. അതുകൊണ്ടാണ് ഇന്ദ്രനെ ദേവതയായിട്ട് എടുക്കുന്ന എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലുള്ള ശക്തി, അതിനെപ്പറ്റി അടുത്ത് തന്നെ പറയും, ആണ് ഇന്ദ്രൻ. പക്ഷേ ഇന്ദ്രനും നമുക്ക് ശത്രുവായിട്ട് തീരും. മഴ പെയ്ക്കലാണ് ഇന്ദ്രൻ്റെ ജോലി. മഴ പെയ്യാതിരിക്കുമ്പോൾ അത് നമ്മുടെ ശത്രുവായിട്ട് മാറുകയാണ്, അസുര സ്വഭാവം കാണിക്കുകയാണ്. അതുകൊണ്ടാണ് കൃഷ്ണ എന്നേരം പറഞ്ഞത്, മഴയില്ലാതെ എല്ലാവരും വരൾച്ചയിലായപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇനി ഇന്ദ്രനെ ആരാധിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് ആ മലേനെ ആരാധിക്കും. കാരണം മലയമേലുള്ള പുല്ലുകളാണ് ആ കാലഘട്ടത്തിൽ വരൾച്ചയുള്ള സമയത്ത് പശുക്കളെ രക്ഷിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ മുൻപ് ഒരു കഥയിൽ ചില ആൾക്കാരെല്ലാം കൂടി ശത്രുക്കളെ കല്ലെടുത്ത് ഒതുങ്ങി ഓടിച്ചു. പഴയ കാലത്തല്ലേ, കല്ലെടുത്ത് ഓടിച്ചു. എന്നിട്ട് ശിവന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങളെ രക്ഷിച്ച ആ കല്ലല്ലേ, കല്ലിനെ ആരാധിച്ചു. ഇതിൽ നിന്നെന്താണ് മനസ്സിലാക്കുന്നത്? നമുക്ക് ഗുണം ചെയ്യുന്നതിനെ നമ്മൾ ആരാധിക്കണം. അങ്ങനെയുള്ള വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ നിന്നും ആവുക എല്ലാം ആരാധനക്ക് അർഹതയുള്ളതാണ്. എന്നാൽ ഏകമായ ആ ബ്രഹ്മം അത് ഒന്നിലും തടയിലിടാൻ പോകുന്നില്ല. കാരണം പരമാത്മാവ് എന്ന പ്ലാനിലൂടെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മളെ സൃഷ്ടിക്കുന്നു, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. പൂന്താനം പറഞ്ഞമാര് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദിക്പാലകരും എല്ലാം കർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അതെല്ലാം സൃഷ്ടിയിൽ വരുന്നതാണ്. അവർക്കെല്ലാം അവരുടേതായ ജോലിയുണ്ട്, അത് ചെയ്തു പോവുക എന്നല്ലാതെ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല. ഏതുപോലെ അംബേദ്കർക്ക് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയതിൻ്റെ ശേഷം അംബേദ്കർ പിന്നെ അതിൻ്റെ അകത്തൊന്നും തലയിടില്ല. അതുപോലെ തന്നെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ ആ ഈശ്വരൻ എന്ന് പറയുന്ന ഏകമായ സംഗതി പിന്നെ ഒന്നിലും തലയിടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വേദം പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രനെയാണ് അതിന് അർഹത. ഇന്ദ്രനെ മാത്രമേ ആരാധിക്കാനേ അർഹതയുള്ളൂ. കാരണം അതിൻ്റെ മുകളിലുള്ളവരൊന്നും ഒന്നും തലയിടാൻ പോകുന്നില്ല. അത് പരമാത്മാവ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ നീ ഇന്ന ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊന്നും തലയിടാൻ പറ്റില്ല. അതുവരെ പോയിക്കോളേ വഴിയുള്ളൂ. പിന്നെ നമ്മളെ സഹായിക്കുന്ന എന്താണ്? ചക്കയും മാങ്ങയും ഈ വായുവും അഗ്നിയും സൂര്യനും ചന്ദ്രനും എല്ലാം തന്നെയാണ്. നമുക്ക് വെളിച്ചം തരുന്നുണ്ട്, ചൂട് തരുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അവരെയാണ് ആരാധിക്കേണ്ടത്. അതിൽ തെറ്റൊന്നുമില്ല. അല്ലാതെ ഈശ്വരനെ ഇപ്പോൾ യുക്തിവാദികൾ ഈശ്വരനൊന്നും വിശ്വസിക്കുന്നില്ല, അവർ ജീവിക്കുന്നില്ല. കാരണം ഈശ്വരൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ എന്നെ ആ ബ്രഹ്മം, ഏകമായ ബ്രഹ്മം പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞു. നിരീശ്വരവാദികൾ എടുത്തിട്ട് അവിടെ ചീത്ത പറയോ എന്തോ ചെയ്തോട്ടെ, അവർക്ക് ആ ബ്രഹ്മത്തിന് അതിനെപ്പറ്റി ഒന്നും ചിന്തയില്ല. കാരണം ബ്രഹ്മം എവിടെയോ നിൽക്കുന്ന ഇവിടെയുള്ള നിസ്സാരന്മാരായ ആൾക്കാർ എന്തോ പറയുന്നത് നോക്കിയിരിക്കലാണോ ബ്രഹ്മത്തിന് പണി, ഈശ്വരന് പണി? അവരത് ശ്രദ്ധിക്കാൻ പോലും ഇല്ല. അതെല്ലാം കൊച്ചു കുട്ടികളുടെ എന്തോ കളിമാരി അങ്ങനെ കാണിയല്ലാതെ. പക്ഷേ ഈ നിരീശ്വരവാദിക്കും വായുവില്ലാതെ ജീവിക്കാൻ പറ്റുമോ? സൂര്യനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പം അവർക്കെല്ലാം കുറച്ച് ആരാധന കൊടുത്തോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ആരാധിക്കേണ്ട അവരെ തന്നെയാണ്. ഇന്ദ്രൻ തൊട്ടാണ് ഇന്ദ്രനെയാണ് ആരാധിക്കേണ്ടത് എന്ന് വേദം തന്നെ പറയുന്നു. അർഹത ഇന്ദ്രന് മാത്രമേ. കാരണം എല്ലാ കർമ്മം ഇന്ദ്രൻ ആരാണെന്ന് നമുക്ക് അടുത്തതിൽ കാണാം. ഇനി അതിൻ്റെ ബിംബം ഉണ്ടാക്കിയതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഈ ബിംബങ്ങൾ വന്നത്? ദേവതകൾ, വേദത്തിലുള്ള വസ്തുക്കളാണ് കഥരൂപത്തിലും ചിത്രരൂപത്തിലും എല്ലാം ചിത്രീകരിച്ച് ബിംബമായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലൂടെ ചില സയൻസ് തത്വങ്ങളാണ് പറയുന്നത്. അത് സയൻസിന് അതുണ്ടായേ പറ്റൂ. ഉദാഹരണമായിട്ട് ഇലക്ട്രിസിറ്റീനെ നമ്മൾ ചിത്രരൂപത്തിൽ ഇങ്ങനെ ഒരു വരക്കും. അല്ലാതെ അങ്ങനെയൊന്നും അല്ല ഇലക്ട്രിസിറ്റി ഉള്ളത്. പക്ഷെ ഇങ്ങനെ വരച്ചേ പറ്റൂ. വായുവിനെ ഒരു പ്രത്യേക രൂപത്തിൽ വരക്കും, മേഘത്തിനൊരു ചിഹ്നമുണ്ട്. അപ്പോൾ ഓരോന്നിനെയും നമുക്ക്
ബലത്തിന് ഇങ്ങൊരു ഒരു ഏറോ മാർക്ക് കൊടുക്കും. ബലം ഇത് കാണുമ്പോൾ ഫോഴ്സ് ആണെന്ന് മനസ്സിലായിക്കോളും. അങ്ങനെ പടരൂപത്തിൽ ഉണ്ടാക്കിയേ പറ്റൂ, അല്ലാതെ സയൻസിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ചില ഇപ്പോൾ യുക്തിവാദികൾ ഒരു എംബ്ലം എടുക്കുന്നില്ലേ? ഒരു യുക്തിവാദീൻ്റെ എംബ്ലം കണ്ടത് ഒരു പക്ഷിയാണ്. ഒരു പക്ഷി ഇങ്ങനെ നിൽക്കുന്നതാണ്. അവരുടെ ഒരു വാർഷിക സമ്മേളനം നടക്കുകയാണെങ്കിൽ ഒരു പക്ഷീൻ്റെ ആ എംബ്ലത്തിൻ്റെ രൂപത്തിലൊരു പ്രതിമ മാതിരി ഉണ്ടാക്കി വെച്ചെന്നും വരും. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മുകളിൽ ചിലപ്പോൾ ഇങ്ങനെ സെറ്റ് മാതിരിയുള്ള ആ ഒരു ചിഹ്നത്തിൻ്റെ പ്രതിമയെല്ലാം ഉണ്ടാക്കി വെച്ചെന്ന് വരും. അതെല്ലാം നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് അതേമാതിരിയുള്ള മാതൃക ഉണ്ടാക്കും. ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി മുന്നിൽ ചെറിയൊരു റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി നോക്കും. എന്നാൽ സ്വാഭാവികമാണ്, രൂപം ഉണ്ടാക്കിയിട്ട് വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. എന്നെ ആരാധിച്ചാലെന്താ, നിന്നോടാണ് എനിക്ക് ആരാധന എന്നുള്ളൊരു പാട്ടുണ്ട്. നമ്മളെ സഹായിക്കുന്ന വായു ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല, സൂര്യനില്ലെങ്കിൽ നിലനിൽപ്പില്ല. ഒന്നും ആരാധിച്ചുകൊണ്ട് എന്താ ഇപ്പോൾ ഒന്ന് ഉരുക്കി പോകുന്നത്? അതൊരു മനുഷ്യത്വമല്ലേ? അതിൽ കൂടുതൽ എന്താണ്? അല്ലാതെ അതുകൊണ്ട് അതിനെന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് വെച്ചാൽ അതിനൊരു യുക്തിയില്ല. നിങ്ങൾ ആരാധിച്ചാലും അതിന് കുഴപ്പമില്ല, ആരാധിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മളെ ഉള്ളിൽ തോന്നുന്ന ഒരു വികാരമാണ്. അതിൻ്റെ മനസ്സും മഹത്വം മനസ്സിലാക്കുക. സൂര്യനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മളെ സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിൽ നമുക്ക് അതിനോടൊരു ആരാധന, നിന്നോടാണ് എനിക്കൊരു ആരാധന എന്ന് കവി പറഞ്ഞ മാതിരി വരും. സ്വാഭാവികമാണ്. അതിലെന്താ തെറ്റുള്ളത്? നമ്മൾ വീട്ടിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെല്ലാം ഫോട്ടോയിൽ ഇങ്ങനെ എപ്പോഴും ഫോട്ടോ എടുത്ത് വെക്കുന്നില്ലേ? ഇത് നോക്കിയിരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണത്? ഒരു തരം ആരാധന, ഫോട്ടോ. അത് യുക്തിവാദികളും ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് അതിലൊന്നും തെറ്റൊന്നുമില്ല. അപ്പം നമ്മളെ സഹായിക്കുന്ന, അപ്പം ഈ വായുവിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവൻ നിലനിർത്തുന്ന വായു എന്ന് പറയുന്നത് ചിന്തിക്കുമ്പോൾ ഭയങ്കര സയൻസ് തത്വങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിനെല്ലാം ആരാധിച്ചു പോകും നമ്മൾ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ. അതിനൊരു വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നതും വിഗ്രഹം ഉണ്ടാക്കുന്നത് അതിനെ രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, കവിഭാവനയിലാണ് ചിത്രീകരിക്കുന്നത്. അതെല്ലാം സാധാരണ രീതികൾ, സാധാരണക്കാരനെ രസിക്കാനും സാധാരണക്കാരന് മനസ്സിലാക്കാനും എല്ലാം സഹായകരമായ രൂപങ്ങളാണ് ഇതെല്ലാം. ആരാധിക്കുന്നതിനൊന്നും തെറ്റുമില്ല. അതുകൊണ്ട് ആരാധിച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ വായുവിനെ ആരാധിച്ചുകൊണ്ട് വായു നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരാനൊന്നും പോകുന്നില്ല. സൂര്യനെ ആരാധിച്ചുകൊണ്ട് സൂര്യനൊന്നും തരാൻ പോകും. സൂര്യൻ ചെയ്യേണ്ട ജോലി സൂര്യൻ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളും കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. അപ്പം അരിനെ ആരാധിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് വിശപ്പ് മാറേണ്ടെങ്കിൽ അരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് അപ്പോൾ അഗ്നിയും വരും, ഇന്ദ്രനും വരും, എല്ലാം സഹായിച്ചു തരും, നമുക്ക് ചോറാക്കി തരും, നമുക്ക് തിന്നു കഴിഞ്ഞാൽ ഗുണമുണ്ട്. ഈ തരത്തിലാണ് ദേവതകളെ കാണുന്നത്. അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. പക്ഷേ ആ ദേവതകൾ നിലയിൽ കണ്ടിട്ട് അസുരരും വേണം. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടിൻ്റെ ഇക്വിലിബ്രിയത്തിലാണ് സാത്വഗുണം വരുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മളെ വെയിറ്റ് താഴത്തോട്ടേക്ക് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഭൂമി മുകളിലോട്ടേക്ക് തള്ളുന്നുണ്ട്, റിയാക്ഷനുണ്ട്. ഈ രണ്ടും തുല്യമായതുകൊണ്ടാണ് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അവിടെ അസുരരാണ് മുകളിലോട്ടേക്ക് തള്ളുന്നത്, ഭൂമിയിലുള്ള ഒരു ബലം. അപ്പം നമ്മൾ നിൽക്കാൻ പറ്റുന്നു. നേരെ മറിച്ച് അതില്ലായിരുന്നുവെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഭൂമിയിലേക്ക് താണു പോകുമായിരുന്നു. താണു പോകാതെ നമ്മളൊരു സ്റ്റഡിയായി നിർത്തുന്നത് ആ രണ്ടുമുള്ള ഇതുകൊണ്ടാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. എല്ലാത്തിനും ഈ രണ്ടുണ്ട്. ആ രണ്ടിനെ ഒന്ന് മറികടന്നിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ആ മറികടക്കാൻ നമ്മൾ ബലം പ്രയോഗിക്കണം. അതാണ് രജോ ഗുണം. അപ്പോൾ സ്വാഭാവികമായും എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് തമോ ഗുണം. അപ്പോൾ നമ്മളൊരു നല്ല സ്റ്റേജിലേക്ക് എത്തും, അതാണ് സത്വഗുണം. അതാണ് ന്യൂട്ടൻ്റെ 3 ലോയിലും വരുന്നത്. ഇനി പാലാഴി മഥന സമയത്ത്, പ്രപഞ്ചം ഉണ്ടാകുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മഥനം നടത്തിയിട്ടാണ് എല്ലാം ഉണ്ടായത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. അത് നമുക്ക് അടുത്തേല് സയൻസിലൂടെ നമുക്ക് കാണാം. അപ്പം അതിലേക്ക് അപ്പം ദേവന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെല്ലാം സഹായിക്കുന്നു, നമുക്ക് ഗുണം ചെയ്യുന്ന ഏതല്ലോ അതാണ് ദേവന്മാർ. അതേസമയം അതിനെതിരായിട്ടുള്ളൊരു ശക്തിയുണ്ട്, അതിനെതിരായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു നല്ല സ്റ്റേജിലേക്ക് എത്തിച്ചേരും. അപ്പോൾ സ്വാർത്ഥ ഗുണത്തിൽ എത്തിച്ചേരും.
ഇനി ദേവന്മാരെ പറ്റി ഇത്രയും വിസ്തരിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ദേവന്മാരെ പറ്റി പറയുന്നത് ഒന്ന് ഓടിച്ചിട്ട് പോകാം. ഋഗ്വേദം മണ്ഡലം 3 സൂക്തം 56 1. ഋഷി പ്രജാപിത, ദേവത വിശ്വേ ദേവന്മാർ, ഛന്ദസ് തൃഷ്ടുപ്പ്. നതാമിനന്തിമായിനോ ന ധീരാവൃത ദേവാനാം പ്രഥമാധ്രുവാണി ന രോദസീയദ്രുഹ വേദ്യാഭിർ ന പർവത നിനമേതസ്തിവാംസഹ. ഭാവാർത്ഥം: ദേവതകളുടെ സൃഷ്ടിയിൽ നിന്ന് ഉത്ഭവിച്ച മായാവികളായ അസുരന്മാർ ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങളെ ഹനിക്കാതിരിക്കണേ. ഇവിടെ പറയുന്നത് ദേവന്മാരുടെ സൃഷ്ടിയിൽ നിന്നും ഉത്ഭവിച്ച മായാവിയായ അസുരനിൽ നിന്നും നമ്മളെ രക്ഷിക്കണേ. അപ്പം ദേവന്മാരെ നമ്മളെ രക്ഷിക്കുന്നവര്, അസുരന്മാര് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്ന എതിര് സ്വഭാവമാണ്, ദ്വയമായതുകൊണ്ട് അത് നമ്മളെ ആക്ടിവിറ്റിക്ക്, പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരാണ്. അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ദേവതകളെ ആശ്രയിക്കുന്നത്, അഗ്നിയെല്ലാം ആശ്രയിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ, അരി വെന്ത് കിട്ടുന്നില്ലെങ്കിൽ, തടസ്സമുണ്ടെങ്കിൽ അഗ്നി ഉപയോഗിച്ചാൽ, ദേവതകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ നമുക്ക് ആവശ്യതരത്തിലുള്ള തരത്തിൽ മാറ്റിയെടുക്കാം. അപ്പോൾ രണ്ടെണ്ണമുണ്ട്, ദേവന്മാരുണ്ട്, അസുരന്മാർ. അസുരന്മാരെ നമ്മളെ കർമ്മത്തിനെതിരെ. പക്ഷേ ഈ അസുരന്മാരെയും നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എപ്പോൾ റോക്കറ്റ് വിടുമ്പോൾ നമ്മൾ റിയാക്ഷനാണ് എടുക്കുന്നത്, റോക്കറ്റ് മുകളിലോട്ടേക്ക് പോകാൻ. അപ്പം ചില സമയത്ത് ഈ അസുരന്മാർ ദേവന്മാരുടെ സ്വഭാവവും കാണിക്കും. ഇനി അടുത്തതിൽ എന്താണ് പറയുന്നത് നോക്കാം. യജുർവേദം അധ്യായം 34 മന്ത്രം 29. ഋഷി കുത്സഹ, ദേവത അശ്വിനൗ, ഛന്ദഃ വിരാട് തൃഷ്ടുപ്പ്, സ്വരഃ ധൈവതഃ. അപ്നസ്വദീം അശ്വിന വാചമസ്മേ കൃതം നോ ദസ്രാ വൃഷണാമനീഷാം അദ്യുക്തേവസേ നിഹ്വേവാമൃതേ ച നോ ഭവതം വാചസാദൗ. ഭാവാർത്ഥം: ദേവകളാണ് നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നത്. അവർ നമുക്ക് ബലവും ഊർജവും നൽകുന്നു. അതിനനുസരിച്ച് നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഫലം ലഭിക്കും. ഇവിടെ പറയുന്നു ദേവകളാണ് നമ്മളുടെ പ്രയാസങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത്. അപ്പം നമ്മളെങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, പ്രയാസങ്ങളെ അസുരന്മാരായി എടുക്കുകയാണെങ്കിൽ ആ പ്രയാസങ്ങളെ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തിനു ഉപയോഗിച്ചാലും അതിന് ദേവകൾ എന്ന് പറയണം. അത് നമുക്ക് ബലവും ഊർജവും നൽകും. നമുക്ക് ശക്തി നൽകുന്ന എന്തും, ബലം നൽകുന്ന എന്തും, വെള്ളം കുടിച്ചാൽ ഉന്മേഷം കിട്ടും, ഇതെല്ലാം ദേവതകളാണ്. ആ അർത്ഥമേ അതിനെ ഉള്ളൂ. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 2. ഋഷി കക്ഷീവാൻ, ദേവതാ വിശ്വദേവകൾ, ഛന്ദസ് പങ്ക്തി തൃഷ്ടുപ്പ്. പത്നീവ പൂർവഹൂതീം വാവൃതത്വാ ഉഷാസാനക്ത പുരുധ വിദാനേ സ്തരീർനാത്കം യുധം വസാന സൂര്യസ്യ ശ്രിയാ സുദൃശീ ഹിരണ്യൈഃ. ഭർത്താവ് വിളിക്കുമ്പോൾ അതിവേഗം വന്നു ചേരുന്ന ഭാര്യയ്ക്ക് തുല്യം അഹോരാത്ര ദേവതകൾ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ വേഗം വന്നു ചേരണമേ. ഉഷസ് അത്യന്തം സുന്ദരിയായും കാണപ്പെടുന്നു. ഭർത്താവ് വിളിക്കുമ്പോൾ ഭാര്യ വേഗം എത്തുന്നത് പോലെ ദേവതകളോട് നമ്മുടെ യജ്ഞത്തിലേക്ക് വരാൻ പറയുകയാണ്. നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ ദേവതകൾ നമ്മളെ അടുത്തേക്ക് വരും. യജ്ഞം നടത്തുമ്പോൾ അരിയും എടുത്ത് വെള്ളവും ഇട്ട് അഗ്നിയിട്ടിട്ട് ചൂടാക്കുമ്പോൾ ഇന്ദ്രൻ വന്നിട്ടാണ് അതിനെ എന്താക്കി മാറ്റുന്നത്? ചോറാക്കി മാറ്റുന്നത്. അപ്പം ദേവതകൾ വന്നിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മളെ സഹായിക്കുന്നത് എന്തും ദേവതകളാണ്. അപ്പോൾ ആ തരത്തിൽ ദേവതകളെ കാണണം. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 14. ഹിരണ്യകർണം മണിഗ്രീവം അമർണസ്തന്നോ വിശ്വേ വരിവസ്യന്തു ദേവാഃ അര്യോഗിരഃ സദ്യസ ആജഗ്മുഷീരോശ്രാശ്ചാകുന്ദ ഉഭയേഷു അസ്മേ. വിശ്വദേവകൾ
നമുക്ക് കാതുകളിൽ സ്വർണവും കഴുത്തിൽ മണികളും അണിഞ്ഞിരിക്കുന്ന പുത്രന്മാരെ നൽകുന്നതിന് അനുഗ്രഹിക്കണമേ. ഉഷകാലത്തിൽ സ്തുതികളും ഹവിസും സ്വീകരിക്കണമേ. വിശ്വദേവകൾ, ലോകത്തിലുള്ള ദേവതകൾ എന്ത് ചെയ്യും? നമ്മുടെ പുത്രന്മാർക്ക് ഇഷ്ടംമാരി സ്വർണവും എല്ലാം അത്രയും സുഭിക്ഷത നൽകട്ടെ എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത്, അതിൽ സുഭിക്ഷത ഉണ്ടാകുന്നു. അതിനെ സഹായിക്കുന്നവരെല്ലാം ദേവതകളാണ്. അതെന്തെല്ലാണെന്ന് പിന്നീട് കാണാം. ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 29-3. ഋഷി ഗൃഹമതനോ കൂർമ്മമനോ ദേവതാ വിശ്വദേവന്മാർ ഛന്ദസ് തൃഷ്ടുപ്പ് കിമുനുപകൃണാവാം അപരേണ കിം സനേന വസവ ആപ്യേന യൂയം നോ മിത്രാവരുണ അതിദേച്ച സ്വസ്തി ഇന്ദ്രാമരുതോ ദധാതാം. വിശ്വദേവകളായ മിത്രൻ, വരുണൻ, അതിഥി, ഇന്ദ്രൻ, മരുത്തുക്കൾ ഇവരെല്ലാം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നുവോ അതിലൂടെ മംഗളം നൽകണമേ. ഇവിടെ മിത്രൻ, വരുണൻ, അതിഥി, ഇന്ദ്രൻ, മരുത്തുക്കൾ ഇവരെല്ലാം നമ്മളുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്ന ദേവതകളാണുള്ളത്. ഇതിനെല്ലാം സയൻസ് പ്രതിഭാസങ്ങളാണ്. നമുക്ക് പിന്നീട് ഓരോന്നായിട്ട് കാണാം. ഇന്ദ്രനെ അടുത്ത് തന്നെ കാണാം, എന്താണ് ഇന്ദ്രൻ എന്നുള്ളത്. ബാക്കിയെല്ലാം ക്രമത്തിൽ നമ്മൾ അടുത്ത് കാണും. വേദത്തിലൂടെ തന്നെ നമ്മൾ പടിപടിയായിട്ട് കാണും. ഋഗ്വേദം മണ്ഡലം 5 സൂക്തം 51-2. ഋഷി സ്വാസ്ഥ്യത്രേയൻ, ദേവത വിശ്വദേവകൾ ഛന്ദസ് ഗായത്രി ഉഷ്ണിക. ഇർദധീതയ ആഗത സത്യധർമാണോ അധ്വരം അഗ്നേ പിബത ജിഹ്വയാ. സത്യകർമാക്കളായ ദേവകൾ ഞങ്ങളുടെ യജ്ഞസ്ഥാനത്തേക്ക് എത്തി ഹവിസിനെ സ്വീകരിക്കണമേ. സത്യകർമ്മങ്ങൾ ചെയ്യുന്ന ദേവതകൾ ഞങ്ങളുടെ യജ്ഞസ്ഥലത്തെത്തി ഹവിസ് സ്വീകരിക്കുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അരി ചോറുണ്ടാക്കാം, അരിയും വെള്ളവും കൊടുക്കുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് അതിനെ പാകപ്പെടുത്തി അഗ്നിയും കൂടിയും കൊടുക്കുക. അഗ്നി ഒരു ദേവതന, അഗ്നിയും വരും, ഇന്ദ്രനും കൂടിയിട്ട് അവിടുന്ന് പാകപ്പെടുത്തിയിട്ട് അവിടെ ആരും വരുന്നുണ്ട്? ഈ നേരത്തെ പറഞ്ഞ വരുണനും എല്ലാം വരുന്നുണ്ട്. വരുണെല്ലാം വന്നിട്ട് പിന്നെ ജ്ഞാനം വരുന്നില്ലേ, സയൻസ് വരുന്നില്ലേ, സയൻസ് വരുന്നുണ്ട്, സരസ്വതി വരുന്നുണ്ട്. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ചില പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 6 സൂക്തം 50-11. ഋഷി ഋജിഷ്വാവ്, ദേവതാ ബഹുദേവന്മാർ ഛന്ദസ് തൃഷ്ടുപ്പ് തേനോ രായോ ദ്വിമതോ വാജവതോ ദാതാരോ ഭൂതജ്ഞവ്രത പുരുഷോഹോ ദശസ്യന്തോ ദിവ്യ പാർത്ഥിവാസോ ഗോജാത അപ്യാമൃളതാ ച ദേവാഹ. ദേവഗണങ്ങൾ ഞങ്ങൾക്ക് പുത്രാദികളോടുകൂടി ധനം നൽകണമേ. ആദിത്യനും വസുക്കളും രുദ്രനും മരുത്തുക്കളും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമാക്കി സുഖമുള്ളവർ ആക്കി തീർക്കണമേ. സൂര്യനും വസുക്കളും രുദ്രനുമെല്ലാം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് പുത്രാദികളെ നൽകണേ എന്നെല്ലാം പറയുകയാണ്. പുത്രാദികളെ നൽകുന്നതിൻ്റെ എല്ലാം പിന്നിൽ ചില ശക്തികളുണ്ട്. ഉദാഹരണമായിട്ട് പുത്രന്മാരുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖാന്തരമൊന്നും അല്ല ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ. കാരണം അത് യോജിപ്പിച്ചിട്ട് ഏത് രൂപത്തിലുള്ള കുട്ടികളെയാണ് വേണ്ടതെന്ന് പരമാത്മാവിലാണ് തീരുമാനം. പ്ലാനിനനുസരിച്ച് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന തരത്തിലുള്ള ഒരു കൊച്ചു വേണമെങ്കിൽ അതിന് യോജിച്ച തരം ബീജങ്ങളെയും അണ്ടങ്ങളെയും സെലക്ട് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലെല്ലാം ഇന്ദ്രനാണുള്ളത്. ആ ഇന്ദ്രനാരാണെന്ന് സയൻസിലോട്ട് അതെല്ലാം പരമാത്മാവായിട്ട് ബന്ധപ്പെട്ട ഒരു ശക്തി വിശേഷമാണ്. പ്ലാനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തരത്തിലുള്ള ഒരു കുട്ടിയാണ് വേണ്ടത്. ആ കുട്ടി എന്നിലൂടെയാണോ ജനിക്കേണ്ടത്, വേറെ ആളുടെയിലാണോ ജനിക്കേണ്ടത്, എപ്പോഴാണ് ജനിക്കേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ പ്ലാനാണ്, പരമാത്മാവാണ്. അതിനനുസരിച്ചാണ് ഇന്ദ്രൻ യോജിപ്പിച്ചിട്ട് അതിൻ്റെ സമയത്തുമ്പോൾ കുട്ടികളിലൂടെ ജനിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വലിയൊരു
പ്രതിഭാസമാണ്, ശാസ്ത്ര പ്രതിഭാസമാണ്. അതെല്ലാം പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെല്ലാം അതിൻ്റെ അകത്ത് നമ്മളെപ്പോലും സൃഷ്ടിച്ചിരിക്കുന്നത് ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം കുറേ പ്രേരക ശക്തികളും എല്ലാം ഉണ്ട്. അതെല്ലാം ദേവതകളിൽ വരികയാണ്. അവരെല്ലാം അവരെ കർമ്മമാണ് ചെയ്യുന്നത്. അല്ലാതെ എനിക്കൊരു കുട്ടി തരാൻ വേണ്ടിയുള്ള താല്പര്യമൊന്നുമല്ല എന്നുള്ളത്. അതിന് ഓരോ കാലഘട്ടത്തിൽ ഓരോ കുട്ടികളെ വേണം, അത് ജനിപ്പിക്കുന്നു. അല്ലാതെ എനിക്ക് വേണ്ടി ഇനി ഞാൻ ചോദിച്ചതുകൊണ്ട് തരാനും പോകുന്നില്ല. ഇതെല്ലാം ഒരു ശാസ്ത്രം പ്ലാൻ അനുസരിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് കാണുക. അപ്പോൾ അതിൽ ചിലത് നമുക്ക് അനുകൂലമായി മാറുന്നു, കുട്ടികളെല്ലാം ഉണ്ടാകുന്ന നമുക്ക് നല്ല കാര്യം തന്നെ. അപ്പോൾ അതിന് സഹായിക്കുന്നവരെല്ലാം തന്നെ എന്താണ്? ദേവതകൾ